കോവിഡ് ലോക്ക്ഡൌൺ കാലത്ത് യേശുവിന്റെ അവർണ്ണനീയമായ ഭാവങ്ങൾക്ക് വർണ്ണം നൽകി വിസ്മയിപ്പിക്കുകയാണ് വൈദികനായ സിജോ ജോൺ ചുങ്കത്ത്. 10 ദിവസം കൊണ്ട് ഫാദർ സിജോ ജോൺ ചുങ്കത്ത് ക്യാൻവാസിൽ വിരിയിച്ചത് യേശുവിന്റെ സുഷമതയാർന്ന ഭാവങ്ങളായിരുന്നു. ചായക്കൂട്ടുകൾ കൊണ്ട് ഫാദർ സിജോ ജോൺ ചുങ്കത്ത് മെനഞ്ഞെടുക്കുന്ന ഓരോ ചിത്രങ്ങളും വെറും ചിത്രങ്ങളല്ല, ധ്യാനങ്ങളാണ്. ഓരോ ഭാവത്തെയും മനസ്സിൽ ധ്യാനിക്കുമ്പോൾ ബ്രഷുകളിലൂടെ ആ ചിന്തകൾ ക്യാൻവാസിനോട് സംസാരിക്കുകയാണ്. കറുപ്പിൻ്റെയും വെളുപ്പിൻ്റെയും ചുവപ്പിൻ്റെയും സങ്കലനങ്ങളായി ജീവൻ തുടിക്കുന്ന ഭാവങ്ങളായി അവ നമ്മോട് സംസാരിക്കും. റോമിൽ ഉപരിപഠനം നടത്തുന്ന സിജോ അച്ഛൻ്റെ കോവിഡ് കാലത്തെ ധ്യാനങ്ങളായി അവ ഓരോന്നും മാറുകയായിരുന്നു. യേശുവിൻ്റെ 10 വ്യത്യസ്തങ്ങളായ രൂപങ്ങളുടെ ധ്യാന ചിന്തകളാണ് സിജോ അച്ഛൻ ക്യാൻവാസിൽ തീർത്തത്. കല്യാണ വിരുന്നിനെത്തിയ യേശുവും, കുട്ടികളോടൊത്തുള്ള യേശുവും, നല്ല ഇടയനായ യേശുവും, ശിഷ്യന്മാരുടെ കൂട്ടുകാരനായ യേശുവും, കരുണയുടെ യേശുവും തുടങ്ങിയ ചിത്രങ്ങളാണ് ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് സിജോ അച്ഛൻ വരച്ചെടുത്തത്. എങ്കിലും കുരിശിലെ യേശുവിന്റെ ചിത്രമാണ് തന്നെ ഏറെ സ്വാധീനിച്ചതെന്ന് സിജോ അച്ഛൻ പറയുന്നു. ഞാൻ ഇതുവരെ വരച്ചിട്ടുള്ള എല്ലാ ചിത്രങ്ങളിലും വെച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ ആത്മസംതൃപ്തി തന്നിട്ടുള്ളത് ഈ കുരിശ് രൂപമാണ്. ഈ കുരിശില് ശാന്തതയും സമാധാനവും സ്നേഹമുണ്ട്. യേശുവിന്റെ എല്ലാ വികാരങ്ങളുടെയും ഭാവങ്ങളുടെയും ഒരു ക്ലൈമാക്സ് കുരിശിലാണെന്ന് വേണം പറയാനായിട്ട്. യേശുവിന്റെ ഭാവങ്ങൾ വരയ്ക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മനസ്സിൽ കടന്നു വരുന്നത് എൻ്റെ അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും ഓർമ്മകൾ തന്നെയാണ്. അവരുടെ സ്നേഹത്തിൻ്റെയും അവരുടെ ദുഃഖത്തിൻ്റെയും വിഷമത്തിൻ്റെയും വേദനയുടെയും ഭാവങ്ങളൊക്കെ. ഈ സമയം ഞാൻ പ്രത്യേകിച്ച് കടപ്പെട്ടിരിക്കുന്നതും നന്ദി പറയുന്നതും അവരോടാണ്. അതോടൊപ്പം തന്നെ ഡമിഷിന കോളേജിലെ എല്ലാ അച്ഛന്മാരെയും, എൻ്റെ സാഗർ രൂപതയിലെ ബിഷപ്പ് ജെയിംസ്, അതുപോലെ മറ്റ് എല്ലാ സഹവൈദികരെയും ഈ സമയം നന്ദിയോടെ ഓർക്കുന്നു. തൃശൂർ കുരിയച്ചിറ സ്വദേശിയായ സിജോ അച്ഛൻ എഞ്ചിനീയറിംഗ് പഠനം കഴിഞ്ഞ ശേഷമായിരുന്നു ദൈവവിളിയുടെ വഴിയിലേക്ക് എത്തിച്ചേർന്നത്. സാഗർ മിഷണറി രൂപതയിൽ പ്രവർത്തിച്ച ശേഷമാണിപ്പോൾ റോമിൽ ബൈബിളിൽ ഉപരിപഠനത്തിനായി എത്തിയിരിക്കുന്നത്.